നമസ്കാരം. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് ആദിവാസി യുവാക്കളെ കർണാടകയിലും മറ്റും പല ജോലികൾക്കായി കൊണ്ടുപോകുകയും അവർക്ക് മതിയായ ശമ്പളമോ സൗകര്യങ്ങളോ നൽകാതെ പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പരാതികൾ ഉയർന്നു വരുമ്പോൾ മാത്രം അധികൃതരും മാധ്യമങ്ങളും ഉണരും. പിന്നീട് നടപടികളൊന്നും ഉണ്ടാകാറുമില്ല. അത്തരമൊരു സംഭവമാണിത്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ശങ്കരനാരായണ എന്ന സ്ഥലത്ത് ഇത്തരത്തിൽ വയനാട്ടിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 ചെറുപ്പക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏജന്റുമാർ മുഖേനയാണ് ആദർശ്, അനൂപ്, അജിത് എന്നിവരുൾപ്പെടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ശങ്കരനാരായണയിൽ മൂവാറ്റുപുഴ സ്വദേശിയായ ഷാജി ജോൺ എന്നയാളുടെ കൃഷിസ്ഥലത്ത് ജോലിക്കെത്തിയത്. മൂവാറ്റുപുഴ സ്വദേശി തന്നെയായ സജീവ് രാമകൃഷ്ണനുമായി സജി ജോണിനുള്ള തർക്കത്തിനിടയിൽ ഈ ആദിവാസി യുവാക്കളെ സജിയുടെ അനുജൻ ഷാജി ജോൺ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ഈ ചെറുപ്പക്കാർ സജീവിനെയും ഭാര്യയെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ശങ്കരനാരായണ പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുകയും ഇവർക്കെതിരെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങളുടെ കൃഷിയെടുത്ത് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഷാജി ജോൺ കുറേ ഗുണ്ടകളെയും കൂട്ടി പണിക്കാരെയും കൂട്ടി വന്ന് ഹസ്ബൻഡിനെ ആക്രമിക്കുകയും അപ്പോൾ ഞാൻ ചെന്ന് തടസ്സം നിന്നപ്പോൾ എന്നെ ചവിട്ടുകയും ഷാജി ചവിട്ടുകയും പണിക്കാരുടെ മുമ്പിലേക്ക് ഉന്തി വിട്ടിട്ട് അവളെ കൊല്ലട എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കാരെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ശരീരത്തിൽ ഇടിക്കുകയും ഒക്കെ ചെയ്തു. ഈ പണിക്കാർ എന്നുദ്ദേശിച്ച വയനാട്ടിൽ നിന്ന് വരുന്ന ആദിവാസികളാണ്. അവർക്ക് ഇതിൻ്റെ ചെയ്യണതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. ഈ ഷാജി എന്ന് പറഞ്ഞ ആൾ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അവർക്കതിനെക്കുറിച്ചുള്ള ഗൗരവം അറിയില്ല. സ്ത്രീയാണെന്ന് പോലും പരിഗണന നൽകാതെ അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ 2-3 മണിക്കൂറോളം അവിടെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തി കൊല്ലും, ഇല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടുവെക്കോളണം എന്നൊക്കെ പറയുകയും ചെയ്തു. തോട്ടത്തിൽ ഞാൻ പടത്തോണ്ടിരുന്നപ്പോൾ ഷാജി ജോണും 4-5 പേരും കൂടി വന്ന് എന്നെ ഉപദ്രവിച്ച സമയത്ത് പുള്ളിക്കാരത്തി ഓടി വന്നു. പുള്ളിക്കാരത്തിനെയും ബലമായിട്ട് ഉപദ്രവിച്ച് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തു. പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസിലും ഭാഗത്തുനിന്നും വലിയ ഇതുകളൊന്നും കിട്ടുന്നില്ല. അതാണ് ഇപ്പം വയനാട്ടിൽ നിന്ന് ഇവർ ഏജൻറ്റ് വഴിയാണ് ഈ ജോലിക്കാരെ കൊടുക്കുന്നത്. വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ക്രിമിനൽ പശ്ചാത്തലം ചെയ്യിപ്പിക്കുകയാണ്. ഇവർ ആളെ കൊല്ലാനും ഒക്കെ പറഞ്ഞു. ഷാജി പറയണ അനുസരിച്ചാണ് അവർ ചെയ്യണത്. അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അനൂപ്, ആദർശ്, അജിത്ത്, പിന്നെ കണ്ടാലറിയാവുന്ന 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾ ശരിക്കും പേടിച്ചാണ് ഇവിടെ കഴിയുന്നത്. ഷാജി ജോൺ നിർദ്ദേശിച്ച് അവർ കൊല്ലാൻ പോലും മടിക്കില്ല. അവർക്കതിൻ്റെ ഗൗരവം അറിയില്ല. ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തെങ്കിലും ഒരു മെല്ലെപ്പോക്ക് നയമാണ് പോലീസ് സ്വീകരിക്കുന്നത്. കാശ് കൊടുത്ത് അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനാൽ അവരൊരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ പേടിച്ച് തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ആദിവാസി ഇതിൽ അവരുടെ 4 പേരുടെ ഇതിൽ കേസും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവർ ആദിവാസികൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇത് കൊല്ലാനും ഒക്കെ ഇവർ പറഞ്ഞ് പ്രകടിപ്പിക്കുകയാണ്. ഷാജി ജോണാണ് ഇതിൻ്റെ ഇത് ചെയ്യണേ. ഷാജി ജോൺ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതും സ്വാധീനവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ ഇവരോട് ആദിവാസികളോട് പറഞ്ഞ് അവർ ചെയ്യിപ്പിക്കും. അവർക്ക് ഇതിൻ്റെ ഗൗരവങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അവരിപ്പോൾ ഈ കേസ് അവരുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ അവർ എത്ര വർഷം കേസുമായിട്ട് മുമ്പോട്ട് പോകണം. അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഉള്ളൊരു വസ്തുത. ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കണത്. നമുക്ക് അവിടെ നമ്മൾ ജീവന് പേടിച്ചാണ് ജീവിക്കണേ. ഇവർ നമ്മൾ പരാതി കൊടുത്തതിലേക്ക് ഇവർ കേസുമായിട്ട് വന്നിട്ട് ഇവർക്ക് വൈരാഗ്യം നമ്മളോട് ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ ഉപദ്രവിച്ച് ഇവരെ വെച്ച് ഉപദ്രവിക്കാനുള്ള ഇതാണ്. നമുക്ക് ജീവന് ഭീഷണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മന്ത്രിയും വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ഇതിനെ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ ചെറുപ്പക്കാർക്ക് ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അറിയില്ല. തൊഴിലുടമ പറയുന്നത് അവർ അക്ഷരം പ്രതി അനുസരിക്കുന്നു എന്നു മാത്രം. മൂവാറ്റുപുഴ ആനിക്കാട് വയലിൽ വീട്ടിൽ ഷാജി ജോണാണ് ഈ കേസിലെ മറ്റൊരു പ്രതി. ഷാജിയുടെ സഹോദരൻ സജിയുടെ കൃഷിയിടത്തിലെ ജോലിക്കാരാണ് ഈ ആദിവാസി യുവാക്കൾ. ശങ്കരനാരായണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാജി ജോണും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളായ അജിത്തും ആദർശും അനൂപും കണ്ടാലറിയാവുന്ന മറ്റൊരാളും പ്രതികളാണ്. കേസിൽ കുടുങ്ങുന്ന ഇവർക്ക് വർഷങ്ങളോളം തൊഴിലുടമയുടെ കീഴിൽ അടിമപ്പണി ചെയ്യേണ്ട സാഹചര്യവുമുണ്ട്. ഏജന്റുമാർ മുഖേന ആദിവാസി ഊരുകളിൽ നിന്ന് ചെറുപ്പക്കാരെ അന്യസംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുകയും തങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഇവരെ പ്രതികളാക്കുകയും ചെയ്യുന്നതിനെ കേരള സർക്കാരും ആദിവാസി സംഘടനാ നേതാക്കളും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്.